കൃഷ്ണ, ഗുരുവായൂരപ്പ, വിഘ്നേശ്വര, പാർത്ഥസാരഥി, പത്മലോചന, എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്റെ ഉണ്ണിയെ. എന്റെ മോൻ ഉണ്ണികൃഷ്ണൻ ജലപാനം പോലും കഴിക്കാതെ കൊച്ചുവളപ്പങ്കാലത്ത് ഇറങ്ങി പോയതാ. അവന്റെ 51ാമത്തെ ഇന്റർവ്യൂ ആയത്. എന്റെ ഭഗവതി, അവിടുത്തെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാലാ അവിടുത്തെ ചെവിയിലോട്ടൊന്ന് കയറാൻ തിട്ടമില്ലാത്തോണ്ടാണ് പോലീസുകാർ റോന്തിയിട്ടുന്ന പോലെ ഞാനിങ്ങനെ ചുറ്റുന്നത്. എന്നെ പോലെ എന്റെ മോനും വിത്തും കൈക്കോട്ടുമായി ചേറിലോട്ട് ഇറങ്ങി ജീവിതം തുലയ്ക്കണ്ടല്ലോ എന്ന് കരുതിയ 50 പുറ കണ്ടം വിറ്റ് ഞാൻ അവനെ BA BEd വരെ പഠിപ്പിച്ചത്. എന്റെ മോൻ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളെ നീ ചോദിക്കാവേ എന്റെ ഭഗവാനേ. കൃഷ്ണ, ഇത്രയും കാലം പതുക്കെ പറഞ്ഞിട്ട് ഭഗവാൻ കേട്ടോ? കാര്യം നടക്കണമെങ്കിൽ ഇത്ര ഒച്ച വെച്ചാ പറ്റൂ. കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവാപരാധങ്ങളും പൊറുക്കണമേ. നാരായണ നാരായണ. റാങ്കും ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും അവരൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ അവിടുന്ന് ചോദിക്കും, ആ കടലാസ് ഇപ്പൊ ആർക്കാ ഇല്ലാത്തതെന്ന്. പക്ഷേ 6ാം ക്ലാസ് തോറ്റൊരു പിതാവിന്റെ അത്യാഗ്രഹം കൂട്ടിക്കോളൂ. എന്റെ മോനൊരു ഉദ്യോഗം വേണം. BA BEd ആയതുകൊണ്ട് അധ്യാപക വൃത്തി തന്നെ വേണമെന്ന് കടുംപിടുത്തൊന്നും ഇല്ലാട്ടോ. സർക്കാർ ജോലി വേണമെന്നില്ല. KSRTCയിലാവരുന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇന്നും ഉണ്ട് ഇന്റർവ്യൂ. അവൻ പോയിരിക്കുക. പിന്നെല്ലാം ഭഗവാന്റെ കയ്യില്. അമ്മയുടെ അച്ഛനായിരുന്നു. ഞാൻ പോട്ടെ. അന്നാട്ടെ. അല്ല, കറക്കം കഴിഞ്ഞോ? നിങ്ങൾ നേരം കളയാതെ ഉരുളാൻ നോക്കണ്ട മനുഷ്യ. ഓ, നല്ല കടുത്ത ഭാഷയിൽ ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പുറത്തൊരു ശയനപ്രദർശനം വേസ്റ്റ് അല്ലേ പത്മാവതി? വെടി വെച്ചിട്ട് ഠോന്ന് വെക്കണോ? അപ്പൊ എന്റെ നേർച്ചക്ക് ഒരു വിലയില്ലേ? എന്നല്ല, ഉദ്യോഗം കിട്ടുന്ന ഉറപ്പായിട്ട് പോരെ ഈ ഉരുളല്. ഭഗവാന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ഇത്തിരി അനുസരണ കാണിക്കണ്ട മനുഷ്യ. സ്ത്രീകൾ ശയനപ്രദർശനം നടത്തുന്നത് നിർത്തിയത് കൊണ്ടല്ലേ? അല്ലെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കോ? എന്നാ ശരി, അമ്പലത്തിൽ വെച്ച് വേണ്ട അടുക്കള പോര്, ഉരുണ്ടാ പോരെ. ഇതങ്ങ് നേരത്തെ ആവാരുന്നില്ലേ? കൃഷ്ണ, ഗുരുവായൂരപ്പ, ഉരുണ്ടുരുണ്ട് എല്ലും തൊലിയാവുന്നത് നീ കാണുന്നില്ലേ? നാരായണ. ഒരു പുഷ്പാഞ്ജലി. ഉണ്ണികൃഷ്ണൻ BA BEd ഔട്ട് അല്ലേ? ഉണ്ണികൃഷ്ണൻ ഇന്ന് എവിടെയാ ഇന്റർവ്യൂ? മാധവൻ നായർ മെമ്മോറിയൽ സ്കൂളിൽ. ഇത്രയും സർട്ടിഫിക്കറ്റുകളോ? സോറി സർ, അതൊന്നും സർട്ടിഫിക്കറ്റുകളല്ല. ഇതുവരെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഇന്റർവ്യൂവിന്റെ മെമ്മോകളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാ. അപ്പോ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണല്ലേ? അതെ. കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ്? AR രാജരാജവർമ്മ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ഇതെഴുതിയ കവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ. കടൽപ്പന്നിയുടെ ആയുസ് 30 വർഷം. ഉറുമ്പുകളെ തിന്നുന്ന ജീവി ഈനാമ്പേച്ചി. ചെറുനാറകയിൽ ഇറങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. പിന്നെ കമലാക്ഷിയുടെ ആംഗ്ലയുടെ മോന്റെ കത്ത് മിനിയാന്നുണ്ടായിരുന്നു. ഗൾഫിലവൻ പണം വാരുവാന്നാ കേട്ടത്. കമലാക്ഷിക്ക് ഇപ്പോഴും ദമയന്തി അവനെ കൊണ്ട് കെട്ടിക്കണമെന്നാ. നമ്മൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ പുറത്ത് ഞാനൊരു വാക്ക് പറഞ്ഞു പോയതുകൊണ്ട് കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്കിപ്പോ മറുപടി ഇല്ലാണ്ടായി. ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അതല്ല, വാസുദേവന് സമ്മതാണെങ്കിൽ അവരുടെ കല്യാണം നാളെ നടത്തണോ? ഞാൻ ഒരുക്കാം. ഏയ്, അതേതായാലും വേണ്ട. നീ ജോലി ഇല്ലാത്തവന്റെ തലയിൽ പെണ്ണിനെ കെട്ടിവെച്ചു എന്നുള്ള പഴി കൂടി കേൾക്കണ്ടല്ലോ. നമ്മൾ കിടന്ന് ധൃതി വെച്ചിട്ട് എന്താ കാര്യം? എല്ലാത്തിനും ഒരു സമയല്ലേ വാസു? അത് കമലാക്ഷിക്ക് മനസ്സിലാവണ്ടേ? അല്ല, അവളെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പോയ മിഥുനത്തിൽ ദമയന്തിക്ക് 18 കഴിഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്ന സഹകരണ സംഘത്തിൽ ഒഴിവ് വരുമ്പോ ആരെങ്കിലും സ്വാധീനിച്ച് ഉണ്ണികൃഷ്ണൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ അത് SDC വേണം. എന്നാ അത് പഠിപ്പിക്കാച്ചാലോ? അല്ല, ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, പപ്പിനായിട്ട് കേറുന്നില്ലേ? ഇല്ല, കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ പതറിപ്പോ. ഇന്റർവ്യൂ കഴിഞ്ഞ് ഉണ്ണീട്ടും വന്ന അമ്മവ. ഞാൻ പാടത്തുനിന്ന് അങ്ങോട്ട് പോകുന്നല്ലേ ഉള്ളൂ. വന്നു കാണണം. അത് കൊള്ളാം. വിവരറിയാപ്പ എന്നേക്കാ ധൃതി നിനക്കാണല്ലോ. അമ്മയെ പേടിച്ചിട്ടാ. ഇല്ലെങ്കിൽ അവള് പത്മാലയത്തിൽ ഒന്ന് കാവലിരുന്നേ. ഞാൻ പറയുന്നതാണോ കുറ്റം? ഒരാലോചന ഉണ്ടെന്ന് കരുതി പെണ്ണ് എപ്പോഴും അവിടെ ഒന്ന് കാവലിരിക്കുന്നത് ശരിയാണോ? അതെ, അത് തന്നെ ഞാനും പറഞ്ഞോണ്ട് വന്നത്. ഉണ്ണികൃഷ്ണൻ ഈ അടുത്ത കാലത്തെങ്ങാനും ഒരു ജോലി കിട്ടുമോ? നേർച്ചകൾ മുടങ്ങാതെ നടക്കുന്നുണ്ട്. സംസാരിച്ചൊക്കെ നേരില്ല. പശുവിനെ പറമ്പിലോട്ട് നയിച്ചു കിട്ടണം. അവൻ എന്താ ഇത്രയും താമസിക്കുന്നേ? ടൗണിൽ നിന്ന് ബസ് കിട്ടിങ്ങ എത്തണ്ടേ? ഓ, എനിക്ക് ചന്ദന നിറത്തിലൊരു ബ്ലൗസിന്റെ തുണി മേടിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇനി അടങ്ങാനും മറന്നിട്ട് വരുമോ? ആനക്കാര്യത്തിന്റെ ഇടയില ഒരു ചേനക്കാര്യം. വിവരം അറിയാഞ്ഞിട്ട് മനുഷ്യൻ ഇവിടെ ആദ്യം എടുത്തിരിക്കുമ്പോഴാണ് അവിടെ ഒരു കിന്നാരം. ഈ നേരത്തിനിടയ്ക്ക് ഞാൻ എത്ര നേർച്ച നടന്നെന്നറിയാവോ? എന്തു വേണമെങ്കിലും നേർന്നു. ശയനപ്രദർശനം മാത്രം നേരില്ല എന്റെ പത്മം. ഈശ്വര വിശ്വാസം ഇല്ലാത്തോണ്ടല്ല, ദേഹത്തിന് 1 ഇഞ്ച് തൊലി ബാക്കിയില്ല, അതുകൊണ്ടാ. വരുന്നുണ്ട്. കിട്ടിയോ ഉണ്ണേട്ടാ? ഓ, കിട്ടി കിട്ടി.
രക്ഷപ്പെട്ടു. എന്റെ പ്രാർത്ഥന അങ്ങനെ അങ്ങ് പാഴാകത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അതിന് നീ എന്തിനാ കരയുന്നേ? എന്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ ഗുരുവായൂരപ്പ, നിനക്ക് ഉണ്ണികൃഷ്ണന്റെ വക ശർക്കര കൊണ്ടൊരു തുലാഭാരവും അവന്റെ അച്ഛന്റെ വക 101 ശയനപ്രദവും. ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ. എന്താ 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 എന്താടി? ഉണ്ണിയേട്ടന് ജോലി കിട്ടിയില്ലമ്മേ. പിന്നെ കിട്ടിയെന്ന് പറഞ്ഞതോ? ഇവളുടെ ബ്ലൗസിന്റെ തുണി കിട്ടിയെന്നാ പറഞ്ഞത്. എത്ര കടയിൽ കയറി ഇറങ്ങിയിട്ടാന്നറിയോ ഈ നിറം കിട്ടിയത്? ദാ. അയ്യോ, ഞാൻ പറഞ്ഞ അതേ നിറം. നിന്റെ അമ്മ നേരത്തെ നേർന്നത് വെറുതെ ആയല്ലോ മോനെ. നേർച്ച കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനാവില്ലെന്ന് അച്ഛൻ അമ്മയെ പറഞ്ഞത് മനസ്സിലാക്ക്. പിള്ളേരുടെ കമ്മലോ വെള്ളി എറിഞ്ഞാനോ മറ്റോ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നേർച്ച കൊണ്ട് തിരിച്ചു കിട്ടിയെന്ന് വരും. പക്ഷെ ഒരു ജോലി കിട്ടാനൊന്നും പോരച്ച. ഇന്റർവ്യൂവിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ 1 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കണം. അത്രയും കൊടുക്കാൻ അച്ഛൻ്റെ കയ്യിലുണ്ടോ? കുഞ്ചു, എടാ കുഞ്ചു, ഞാനിവിടെ ഉണ്ടേ. പണി കഴിഞ്ഞില്ലടാ. പ്ലീസ് ഒരു 50 കട്ട കൂടി. ഇന്റർവ്യൂവിന് എന്തൊക്കെയാ ചോദിച്ചത്? ഡസൻ കണക്കിന് ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും മുടങ്ങാതെ ഇറങ്ങുന്ന നമ്മുടെ നാട്ടിലെ ചോദ്യങ്ങൾക്കാണോടെ പഞ്ഞം. ഓഹരി കുംഭകോണം, ഡെങ്കൽ കരാറ്, കൊങ്കൺ റെയിൽവേ, കരിപ്പൂർ വിമാനത്താവളം, സ്വാശ്രയ സമിതി, 3-ാം മുന്നണി, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാലോ. സത്യം പറഞ്ഞ നിന്നോട് എനിക്ക് അസൂയടാ. 9-ാം ക്ലാസ്സിൽ വെച്ച് നീ പഠിത്തം നിർത്തിയത് എത്ര നന്നായി. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാരമില്ലാതെ നിനക്ക് എന്ത് ജോലിയും ചെയ്യാലോ. ഞാൻ നിർത്തിയതല്ല, അവർ നിർത്തിച്ചതല്ലേ. പഠിത്തം അവസാനിപ്പിക്കുമ്പോഴും എന്റെ സംശയം മുഴുവൻ തീർന്നിട്ടില്ലായിരുന്നു. ഒരു ക്ലാസ്സിൽ 4 കൊല്ലത്തിൽ കൂടുതൽ പഠിക്കാനൊക്കത്തില്ല എന്ന് നിർബന്ധം പിടിച്ചവന് ഞാൻ എന്തോ ചെയ്യും? പകൽ അന്ത്യോളം അധ്വാനിച്ചിട്ട് രാത്രിയിൽ ഈ പുഴയിൽ ഇങ്ങനെ മുങ്ങി കുടിക്കാൻ നല്ല രസമല്ലേ കുഞ്ചു? ജോലി തണ്ടലൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാനും നിന്റെ കൂടെ കട്ടയിറക്കാൻ കൂടിയാലും ആലോചിക്കുക. അത് വേണോ? അതെന്താ? എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. കട്ടേറിപ്പ് അത്ര മോശം പണിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരർത്ഥത്തിൽ നോക്കിയാൽ രാഷ്ട്ര പുനർനിർമ്മാണം തന്നെയാണ്. കേരളത്തിലെ പല സർക്കാർ ഓഫീസുകളും ഞാൻ ഉണ്ടാക്കിയ ഇഷ്ടം കൊണ്ട് കെട്ടിപ്പൊക്കിയതാ. എന്നാലും പച്ച കട്ട പോലെ ഈ തൊഴിലിനൊരു മാന്യതയില്ല. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ BA അതിൽ ഈ തൊഴിലിന് ഇറങ്ങണ്ട. ദമയന്തിയുടെ കാര്യം ഓർക്കുമ്പോഴാ അവളെ റാഞ്ചി കൊണ്ടുപോവാൻ ഒരു ഗൾഫുകാരൻ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇന്നത്തെ ജോലിയും പോയ കാര്യം ദമയന്തി അറിഞ്ഞോ? ഇല്ല. അറിയുമ്പോ അവൾ ആത്മഹത്യ ചെയ്യായിരുന്നാൽ കൊള്ളാം. ഇന്റർവ്യൂവിന്റെ റിസൾട്ട് അറിഞ്ഞോ? ഓ, മൂട് കളഞ്ഞു. എന്താ? ദമയന്തി ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ഒരു വലിയ കാര്യം അങ്ങോട്ട് പറയാൻ മനസ്സിൽ വീർപ്പടക്കി നിൽക്കായിരുന്നില്ല ഞാൻ. എന്ത് കാര്യം? ടാൻ ടടാങ്, കരിമണിമാല. ഈ കരിമണിമാല ദമയന്തിക്ക് നന്നായിട്ട് ചേരും. ദാ. മാലയിടാം. ഉണ്ണേട്ടൻ ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായെന്ന് പറ. ഇന്റർവ്യൂ അല്ലേ? അത് പറയാം. തോറ്റുപോയല്ലേ? ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കറിയാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇന്റർവ്യൂവിന് ഉണ്ണിയേട്ടന്റെ കൂടെ വേറെ വല്ല പെൺകുട്ടികൾ ഉണ്ടായിരുന്നോ? അവര് കാണാൻ എങ്ങനെ? ഉണ്ണിയേട്ടൻ അവരായിട്ട് മിണ്ടിയോ? ഇത്തരം ജന്മസിദ്ധമായ സംശയങ്ങളൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? ഇന്റർവ്യൂവിന് തോറ്റത് പോരെ നിന്നെ വഴക്ക് പറയുന്നോ? ഞാൻ ഇനി ജീവിച്ചിരിക്കത്തില്ല. എന്തേ ചാടുന്നില്ലേ? ചാട്, ചാടറി. കണ്ടോ കണ്ടോ, ചാവാൻ പോകുമ്പോഴും ദേഷ്യപ്പെടുന്നുണ്ടോ? ഞാൻ ദേഷ്യപ്പെട്ടൊന്നും അല്ല. നീ വന്നേ, വാടി. ദമയന്തിക്ക് എന്നോട് പിണക്കമാണോ? അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മോളെ. എന്റെ മണ്ടിപ്പെണ്ണൊന്ന് ചിരിച്ചേ. അയ്യോ, അങ്ങനെയല്ല, ഇങ്ങനെ. കുട്ടിക്ക് എന്നോട് പിണക്കമാണോ? ഒന്ന് ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. ഇന്നേക്ക് 41 നാൾ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഓ